ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ മാസം 6-ാം തീയതി വിശുദ്ധ മരിയ ഗൊരത്തിയുടെ തിരുനാൾ. 1890 ഒക്ടോബർ മാസം 16-ാം തീയതി ഇറ്റലിയിലെ കൊറിനാൾഡോയിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് മരിയ ഗൊരത്തി ജനിച്ചത്. പള്ളിക്കൂടത്തിൽ പോകാൻ കഴിയാതിരുന്ന മരിയയ്ക്ക് എഴുത്തും വായനയും വശമില്ലായിരുന്നു. വേദോപദേശം കാര്യമായി ലഭിച്ചിരുന്നില്ല എങ്കിൽ തന്നെയും വിശ്വാസത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മരിയ ഈ ലോകത്തു നിന്ന് വിട പറയുന്നതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു തൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. മരിയയ്ക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് കുടുംബത്തോടൊപ്പം കൊറിനാൾഡോയിൽ നിന്നും നെറ്റൂൺ എന്ന നഗരപ്രദേശത്തേക്ക് താമസം മാറുകയുണ്ടായി. ധനികരായ സെറനെല്ലി വംശജർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു നെറ്റൂൺ. മരിയയ്ക്ക് 10 വയസ്സായപ്പോൾ പിതാവ് മരണപ്പെടുകയും അത് കാരണം മരിയയുടെയും സഹോദരങ്ങളുടെയും സംരക്ഷണ ചുമതല അമ്മ അസൂന്തായുടെ ചുമലിൽ ആയി. ധനികരായ സെറനെല്ലി കുടുംബക്കാരുടെ ജോലിക്കാരിയായി മാറി അമ്മ അസൂന്ത. അതിനിടയിൽ അലക്സാൻഡ്രോ എന്ന സെറനെല്ലിക്കാരൻ നിരവധി തവണ കുഞ്ഞു മരിയയെ പാപത്തിന് ക്ഷണിച്ചു. ചെറുത്തുനിന്ന മരിയ അമ്മയോട് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു: അമ്മേ, എൻ്റെ ശരീരം കഷണം കഷണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല. 1902 ജൂലൈ മാസത്തിൽ ഒരു കട്ടിലിൽ തയ്യലിലേർപ്പെട്ടിരുന്ന മരിയയെ അലക്സാൻഡ്രോ പാപത്തിന് പ്രേരിപ്പിച്ചു. അവൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു: ഇല്ല, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, അത് പാപമാണ്, നീ നരകത്തിൽ പോകും. അലക്സാൻഡ്രോ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കഠാരയെടുത്ത് 14 തവണ കുഞ്ഞു മരിയയെ കുത്തി. മരണത്തിന് കീഴടങ്ങിയ മരിയ താൻ അലക്സാൻഡ്രയോട് ക്ഷമിക്കുന്നുവെന്നും അയാൾ ഒരു നാൾ മാനസാന്തരപ്പെടുമെന്നും മരണശയ്യയിൽ പറയുകയുണ്ടായി. 30 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായ അലക്സാൻഡ്രോ അമ്മ അസൂന്തായെ കണ്ട് ക്ഷമ ചോദിച്ച് ഒരു സന്യാസ സഭയിൽ ചേർന്നു. 1950 പിയൂസ് 12 മാർപ്പാപ്പ മരിയ ഗൊരത്തിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ആമേൻ.